ഡോക്ടർ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അവരെ ഈ കോവിഡിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്? തോന്നുന്നു ഞാനതിനെ വേറൊരു രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളെ മാറ്റി നിർത്തുന്നതിനേക്കാളും, കാരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ICUലൊക്കെ തന്നെ ഈ വർഷം ഈ ഒരു സീസണിൽ തന്നെ 10-15 കേസുകൾ വന്നു. അപ്പോൾ അത് അവരുടെയൊക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ രോഗം കിട്ടുന്നത് വീട്ടിലുള്ള ചെറിയ കുട്ടികൾ പുറത്തു പോയി അവർക്ക് ചെറിയ തൊണ്ടവേദന പനിയായിട്ട് വരുന്നു. അവർ വീട്ടിലുള്ള ഈ പ്രായമുള്ള ആൾക്കാരോ രോഗികളായിട്ടുള്ള വീട്ടിലുള്ള മറ്റാൾക്കാരുമായിട്ട് ഇടപഴകുന്നു. അങ്ങനെ അവർക്ക് രോഗം വരികയും ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുട്ടികളൊന്നും തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് രോഗമുണ്ടെങ്കിൽ അവരെ ഈ സ്കൂളിലേക്ക് ഒന്നാമത് പറഞ്ഞ് സ്കൂളിലേക്ക് വിടാതിരിക്കുക, മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. അതേപോലെ ഈ രോഗലക്ഷണങ്ങളുമായി വീട്ടിലേക്ക് കുട്ടികൾ വരുമ്പോൾ വീട്ടിലുള്ള പ്രായാധിക്യമുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ മറ്റ് ഈ രോഗമുള്ള ആൾക്കാരുമായിട്ടോ ഇടപഴകുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ പരിചരണം കൂടി ഏത് രീതിയിലായിരിക്കണമെന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ശ്വാസ സംബന്ധമായാണ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സെക്രീഷനിലൂടെയാണ് രോഗം പകരുന്നത്. രോഗികളുമായി അടുത്ത് ഇടപഴകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു അടഞ്ഞ ഒരു റൂമിലെങ്ങാനും കുറേ സമയം ഇടപഴകുമ്പോഴാണ് ഈ രോഗവ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ രോഗലക്ഷണമുള്ള ആൾക്കാരുമായി ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി രോഗവ്യാപനം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അതേപോലെ ചികിത്സയ്ക്ക് നമുക്ക് വലിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള പനിക്കൊക്കെയുള്ള മരുന്നുകൾ, അത്തരം രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ രോഗം എപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് ഇത് ശ്വാസകോശത്തെ ബാധിക്കുകയും ന്യൂമോണിയയിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ ഈ പ്രാവശ്യമൊക്കെ കാണുന്നൊരു വ്യത്യാസം, പലർക്കും ഈ വയറിളക്കം അതല്ലെങ്കിൽ വയറ്റിലെ ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കൂടെയുണ്ട്. GI സിംറ്റംസ് എന്ന് പറയും. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഉള്ള ആൾക്കാരും ഈ കോവിഡിൻ്റെ സാധ്യതകളെ പറ്റി നോക്കണം. അതേപോലെ നമ്മൾ ICUലൊക്കെ അഡ്മിറ്റ് ചെയ്ത പല ആൾക്കാരിലും ഇത് ശ്വാസകോശത്തിനെ കൂടാതെ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുന്നതും ഈ രക്തസമ്മർദ്ദമൊക്കെ വളരെ കുറഞ്ഞു പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രോഗാവസ്ഥയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഈ കോവിഡ് ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ചികിത്സ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ചികിത്സയ്ക്ക് ലഭ്യമായ മരുന്നുകൾ ഈ ഒരു അവസരത്തിൽ ലഭ്യതയ്ക്ക് കുറച്ച് കുറവുണ്ട്. തീർച്ചയായിട്ടും കേസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ഏതായാലും കോവിഡ് രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടുക തന്നെയാണ്. അതിനനുസരിച്ചുള്ള ജാഗ്രത വേണമെന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അനൂപ് കുമാർ AS ആണ് ഇത്രയധികം വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ഡോക്ടർ, വളരെയധികം നന്ദി.